സർ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ ലോകമെമ്പാടുമുള്ള വിമോചന പ്രസ്ഥാനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. BJP സർക്കാരിൻ്റെ ഭരണകാലത്ത് ഇതിൽ നിന്നും ദൗർഭാഗ്യകരമായ ഒരു പിന്നോക്കം പോക്ക് കാണുകയാണ്. ഇതിനെ പാലസ്തീൻ ജനതയുടെ സ്വയംഭരണാവകാശത്തിനു മേൽ നമ്മുടെ രാജ്യം നാളിതുവരെ സ്വീകരിച്ചു വന്നിരുന്ന നിലപാടാണ് ഇതിൻ്റെ ഭാഗമായി മാറ്റിപ്പറയുന്നത്. ഇത് ഇന്ത്യയുടെ യശസ്സിന് ചേർന്നതാണോ? ഇക്കാര്യത്തിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രതികരിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇതിൽ വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കാൻ കുറേയധികം സമയം വേണ്ടി വന്നു എന്നത് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. പലസ്തീൻ ജനതയുടെ സ്വയംഭരണാവകാശം ഉയർത്തിപ്പിടിക്കുന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ഇസ്രായേലിൽ പണിയെടുക്കുന്ന നമ്മുടെ നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്ന കാര്യവും കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. മതനിരപേക്ഷ നിലപാടുകളും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കണമെങ്കിൽ വിട്ടുവീഴ്ച കൂടാത്ത നിലപാട് അനിവാര്യമാണ്. അവിടെ മൃദുവർഗീയതയും മറ്റ് ചെപ്പടി വിദ്യകളും കാട്ടി ചാഞ്ചാട്ടം നടത്തിയാൽ അതിൻ്റെ അന്തിമ ഗുണം ഈ രാജ്യത്തെ വർഗീയ ശക്തികൾക്കായിരിക്കും എന്നോർക്കുന്നത് നല്ലതാണ്. ചില കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ പ്രത്യേകം പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ സംഘപരിവാർ സംഘടനകളുടെ ഒത്താശയോടെ ഗോത്രവിഭാഗമായ കുക്കികളുടെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ വ്യാപകമായാണ് തകർക്കപ്പെട്ടത്. BJP മണിപ്പൂരിൽ അധികാരത്തിൽ വന്ന ശേഷം ആ സംസ്ഥാനത്ത് വർഗീയ വംശീയ സംഘർഷങ്ങൾ നിത്യസംഭവമായിരിക്കുകയാണ്. സംഘപരിവാറിൻ്റെ തീവ്ര ഹൈന്ദവ വർഗീയതയുടെ നേർപതിപ്പാണ് മണിപ്പൂരിൽ നാം കാണുന്നത്. ഇതുപോലെ ഉത്തരാഖണ്ഡിൽ ആസൂത്രിതമായ മുസ്ലിം വേട്ടയാണ് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നത്. വ്യാപാർ ജിഹാദ് എന്ന ഹിംസാത്മകമായ പേരിൽ നടത്തിയ വർഗീയ വിദ്വേഷ പ്രചരണത്തിനാണ് ഇവിടെ സംഘപരിവാർ തുടക്കമിട്ടത്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഭദ്രതയെയും തകർക്കുന്ന നടപടികളാണ്. ഇത്തരം വിഷലിപ്തമായ ആശയങ്ങൾ ചുമലിലേറ്റി നടക്കുന്നവർ ഇനിയും അധികാരത്തിൽ തുടരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടമാണെന്ന് പറയാതെ വയ്യ. സർ, ഉത്തരകാശിയിൽ നിന്നും മുസ്ലിങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്നായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആവശ്യം. ദേവ്ഭൂമി രക്ഷാ അഭിയാൻ എന്ന തീവ്ര ഹിന്ദുത്വ സംഘടന എല്ലാ മുസ്ലിം വ്യാപാരികളും തങ്ങളുടെ കടകൾ ഒഴിഞ്ഞു പോകണമെന്ന തിട്ടൂരം ഇറക്കുകയുണ്ടായി. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണമെന്നടക്കമുള്ള തീവ്ര ഹിന്ദുത്വ നിലപാട് മുന്നോട്ട് വെച്ച ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗീതാ പ്രസ്സിനാണ് കഴിഞ്ഞ വർഷം ഗാന്ധി സമാധാന പുരസ്കാരം നൽകിയത്. ഗീതാ പ്രസ്സിന് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള സമാധാന പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് രാഷ്ട്രപിതാവിനെ ഏത് രീതിയിൽ സംഘപരിവാർ ശക്തികൾ കാണുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ്. 1923 സ്ഥാപിക്കപ്പെട്ട ഗീതാ പ്രസ് അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പുരസ്കാരം നൽകി അവരെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ദൂരദർശനും ആകാശവാണിയും ഉൾക്കൊള്ളുന്ന പ്രസാർ ഭാരതിയുടെ ഏക വാർത്താ സ്രോതസ്സായി സംഘപരിവാർ ചായ്വുള്ള ഹിന്ദുസ്ഥാൻ സമാചാറിനെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചതും ഇക്കഴിഞ്ഞ വർഷമാണ്.
വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ ശിവറാം ശങ്കർ ആപ്തെ സ്ഥാപിച്ച ഹിന്ദുസ്ഥാൻ സമാചാറിനെ പ്രസാർ ഭാരതിയുടെ ഏക വാർത്താ സ്രോതസ്സായി മാറ്റിയത് പത്രസ്വാതന്ത്ര്യത്തോടുള്ള സംഘപരിവാറിൻ്റെ വെല്ലുവിളിയായി മാത്രമേ കാണാനാവൂ. സർ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇത് കടുത്ത ഭീഷണിയാണ് നേരിടുന്നത്. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1971 ശേഷം നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റിലേക്കും നിയമസഭകളിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരുമിച്ചല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനത്ത് സീറ്റുകൾ തൂത്തുവാരുന്ന കക്ഷി ഹ്രസ്വകാലത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന അനുഭവങ്ങൾ ഏറെയുണ്ട്. ഇതെല്ലാം നിരവധി അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്ത്. നിയമസഭയിൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഭാഗങ്ങളുമാണ് കേട്ടത്. കേന്ദ്ര സർക്കാർ മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന പ്രധാന പോയിന്റിലൂന്നിയുള്ള സാഹചര്യങ്ങളാണ് അദ്ദേഹം വിവരിച്ചത്.